ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ഇതുപോലെ നിറയെ ബാഗ്സ് ആയിട്ടാണ് വന്നിരിക്കണേ. ഇന്ന് മൊത്തം നമ്മൾ കാണിക്കാൻ പോണത് ബാഗ് ഹോൾസ്. അതിൽ ബാഗ് എന്ന് പറയുമ്പോൾ എല്ലാ തരം ബാഗ്സ് പോലുള്ള ചെറുതും വലുതായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാ തരം ബാഗ്സ്, ഇപ്പോൾ ട്രാവൽ ആയിക്കോട്ടെ, പാർട്ടി ബാഗ്സ് ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ബാഗ്സ് ആയിക്കോട്ടെ, അങ്ങനെ 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 മൊത്തത്തിൽ അങ്ങോട്ട് മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. അതും നല്ല റീസണബിൾ റേറ്റിനൊക്കെ മേടിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ആമസോണിൽ സെയിൽ നടക്കുന്നുണ്ട്. പക്ഷേ പ്രൈം മെമ്പർഷിപ്പ് ഉള്ളവർക്കാണെങ്കിൽ 1 day ബിഫോർ നമ്മുടെ സെയിൽ സ്റ്റാർട്ട് ചെയ്യും. ആമസോണിലാണെങ്കിൽ ഏതൊരു മാസവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും സെയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ മാസത്തെ സെയിൽ എന്ന് പറയുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിലാണ് നടക്കുന്നത്. അതും ടോപ്പ് ബ്രാൻഡ്സിന് നല്ല ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. 50 to 80% വരെ ഡിസ്കൗണ്ടിലാണ് വലിയ വലിയ ബ്രാൻഡ്സൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സെയിൽ നമുക്ക് മുതലാക്കണ്ടേ. അപ്പോൾ ഞാൻ എന്തായാലും സെയിലിൻ്റെ സമയത്ത് പർച്ചേസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ നമുക്ക് ട്രാവലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വെച്ചിട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ പെണ്ണുങ്ങളുടെ ഒരു ഹരം എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു നോർമൽ നമുക്ക് പാർട്ടിക്കായാലും കാഷ്വലിനായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാഗല്ലേ നമ്മൾ ആദ്യം സെർച്ച് ചെയ്യണത്. അപ്പോൾ അതന്നെ വെച്ച് തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് തുടങ്ങേണ്ടത് ഒരു ക്വാളിറ്റിയുള്ള ബാഗാണ്. യെസ്, ലിനോ പീരിയോസ്. ഈ ഒരു പേര് ലേഡീസിൻ്റെ ഹാൻഡ് ബാഗ് കാറ്റഗറിയിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പേര് പുതുമയൊന്നല്ല, നല്ല ക്വാളിറ്റി ഉള്ള കാറ്റഗറിയിൽ പെടുന്ന ഒരു പ്രീമിയം റേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രീമിയം റേഞ്ച് അല്ല, എന്നാൽ പ്രീമിയം നമ്മൾക്ക് ഹാൻഡ് ബാഗിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ അഫോർഡബിൾ റേഞ്ചിൽ കുറച്ച് പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഒരു പേരും കൂടിയാണ് ഈ ഒരു ബ്രാൻഡ് ലിനോ പീരിയോസ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഈ ഒരു മറൂൺ ഷെയ്ഡാണ്. മറൂൺ ഷെയ്ഡിൽ നല്ലൊരു എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എന്താ രസമല്ലേ. നമുക്ക് ഇനി എന്താ അടിപൊളി ഒരു ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ സൂപ്പർ. ഇനി അധികം വഴിപാടില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഫാഷൻ കാറ്റഗറി ആയാലും നമ്മുടെ കൂടുതൽ ഡ്രസ്സ്, ചെരുപ്പ്, അങ്ങനെ എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് നമ്മുടെ ഈ ഒരു ചാനൽ. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കളാം. അപ്പോൾ നമ്മുടെ നല്ല നല്ല വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോസ് വരുമ്പോൾ ഒക്കെ നോട്ടിഫിക്കേഷൻ വരണ്ടേ. അപ്പോൾ ഇന്നത്തെ ഫുൾ ബാഗ് ഹോൾസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബാഗ് ഹോൾ ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത്. അതുപോലെ ബാക്കിലും ആ ഒരു ലുക്ക് തന്നെ. എന്താ ക്ലാസി ഫിനിഷിങ്, ക്ലാസി ലുക്കിൽ അത് അടിപൊളിയാണ് അല്ലേ കാണാനായിട്ട്. ഇനി ഇതിൻ്റെ ലെതറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സിന്തറ്റിക് ലെതറാണ്. ഫോക്സ് ലെതറാണ് ഇത് വരുന്നത്. ഫോക്സ് ലെതർ അഫ്കോഴ്സ് സിന്തറ്റിക് എന്നുവെച്ചാൽ നോർമൽ നല്ല പ്യുവർ ലെതറൊന്നും ഈ റേഞ്ചിൽ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതിൻ്റെ റേറ്റ് ജസ്റ്റ് 1200 സംതിങ് ആ ഒരു റേഞ്ചിലാണ് ഞാൻ ഇപ്പോൾ മേടിച്ചത്. പക്ഷേ സെയിലുള്ള സമയത്ത് റേഞ്ച് പിന്നെയും കുറയാൻ ചാൻസ് ഉണ്ട്. കുറയും എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് സെപ്റ്റംബർ 15 ആകുമ്പോഴേക്കും റേഞ്ച് ഓൾമോസ്റ്റ് കുറയും. ഇനി ഇത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു എന്നുവെച്ചാൽ സ്മോൾ കോമ്പാക്റ്റ് ആ ഒരു രീതിയിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു ബാഗ്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ പോർഷനും കൂടി നമുക്ക് നോക്കാം. അതിന് മുന്നേ ഇതൊക്കെ എഴുതിയിരിക്കണുണ്ടോ, നല്ല ക്യൂട്ടായിട്ടാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഉൾ പോർഷനിലേക്ക് വരാം. നമുക്ക് ഇപ്പോൾ ഉൾ പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ നമുക്കൊരു സിപ്പ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് ഞാൻ ഇനി ഫുൾ ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ പേപ്പറും സംഭവമൊക്കെ നമുക്ക് പുതിയ ബാഗൊക്കെ മേടിക്കുമ്പോൾ കിട്ടും. പിന്നെ ഇതെന്തായാലും മസ്റ്റായിട്ട് വേണമല്ലോ. ഇത് നമുക്ക് ഷോൾഡർ ബാഗായിട്ട് യൂസ് ചെയ്യാനായിട്ട്, നമുക്ക് സ്ലിംഗ് ബാഗായിട്ട് യൂസ് ചെയ്യാനായിട്ട് അതിനുള്ള ഒരു ബെൽറ്റും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാഗിൻ്റെ കൂടെ. പിന്നെ ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ പോർഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം 2 ലെയർ, പിന്നെ നടുക്കിലൊരു സിപ്പ് കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് അതൊരു ഫുൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ്. അതുപോലെ തന്നെ നടുക്കിലൊരു സിപ്പ് കമ്പാർട്ട്മെൻ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സിപ്പിൻ്റെ ക്വാളിറ്റിയും അടിപൊളിയാണ്, ക്വാളിറ്റിയാണ് വരുന്നത്. ഇതിൽ കളർ ചൂസ് ചെയ്യാനായിട്ട് ഇതിലൊരു 3 to 4 കളേഴ്സ് ഉണ്ട്. ലൈറ്റ് ഷെയ്ഡും ഉണ്ട്, ഡാർക്ക് ഷെയ്ഡിലും വരുന്നുണ്ട്. ഡാർക്ക് ഷെയ്ഡ് എന്നാലും ഞാൻ കയ്യിലാക്കി. ഇനി ലൈറ്റ് ഷെയ്ഡ്സും ഉണ്ട്. അപ്പോൾ ഇത് എപ്പോഴും എന്താ പറയുക, എപ്പോഴും വന്നും പോയി ഇരിക്കണമെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും, ചിലപ്പോൾ ഇന്നാവും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക്. 1200 സംതിങ്ങിനാണ് ഞാൻ മേടിച്ചത്. സെയിൽ ഉള്ള സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞു
ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ലിങ്ക് ആയിട്ടും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മൈ ഹോൾ സ്റ്റോർ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഏതിൽ ക്ലിക്ക് ചെയ്താലും ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് പോകും. അപ്പോൾ ഇത് സ്റ്റോക്ക് ഇന്നാണെങ്കിൽ ഈ കളർ കാണിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുള്ളത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും കാണിക്കുക കേട്ടോ. അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സജഷനായിട്ട് കുറേ വേറെ ഇതേ ബ്രാൻഡിൽ തന്നെ നമുക്ക് കാണിക്കുക. അപ്പോൾ ഏതാ വേണമെന്ന് വെച്ചാൽ നോക്കിയെടുത്താൽ മതി. സെയിലുള്ള സമയത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ റേറ്റ് അപ്പോഴത്തെ റേറ്റ് ആയിരിക്കും കാണിക്കുക. നിങ്ങൾ എപ്പോൾ എന്ത് ക്ലിക്ക് ചെയ്യണോ ആ ദിവസത്തെ റേറ്റ് ആയിരിക്കും കാണിക്കുക. എന്തായാലും ഞാൻ മേടിച്ചത് 1200 ആ ഒരു റേഞ്ചിനാണ് കേട്ടോ. അപ്പോൾ ഇത് വിത്ത് ബെൽറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു സംഭവം. ഓ എന്താ രസമല്ലേ. ഇനി ഇത് ഒരു നോർമൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബാഗ് അല്ലേ. ഇനി ഇത് കൂടാണ്ട് കുറച്ചുകൂടി വലിയ ടൈപ്പ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഗുലാബി ബ്രാൻഡിൻ്റെ ഒരെണ്ണം ഇവിടെ കയറിയില്ല, പിന്നെ എന്തിനാ ഞാൻ അവിടെ കയറണേ. ഇതാ നല്ലൊരു ലൈറ്റ് പേസ്റ്റൽ ഷെയ്ഡിലുള്ള ലാബി ടാഗ്, ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിലൊരു 5 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. 5 ഷെയ്ഡ്സ് ഏതൊക്കെ ഷെയ്ഡാണെന്ന് നോക്കിയാൽ മതി ലിങ്കിൽ കയറിയിട്ട്. എന്തായാലും ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഒരു പിങ്ക് അല്ല, ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത്. ഇത് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഷോൾഡർ ബാഗായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അത് നമുക്ക് ഡി അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. അഡ്ജസ്റ്റ് വിത്ത് നമുക്ക് ഡി അറ്റാച്ചും അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് വേണ്ടെങ്കിൽ വേണ്ട, ഇങ്ങനെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഇനി ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ലെതറിനെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരു ബാഗ് മേടിക്കുമ്പോൾ നമ്മൾ ക്വാളിറ്റിയും കൂടി നോക്കാറുണ്ട്, റേറ്റും നോക്കാറുണ്ട്. അപ്പോൾ റേറ്റ് കുറവായിരിക്കും, ക്വാളിറ്റി നല്ലതായിരിക്കും. എന്തായാലും എന്താ പറയുക, നല്ല പ്യുവർ ലെതർ കിട്ടാൻ പോലെ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സിന്തറ്റിക് ലെതറാണ് ഇത് വരുന്നത്, ഫോക്സ് ലെതറാണ് ഇത് വരുന്നത്. നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് അടിപൊളിയാണ്. വേഴ്സറ്റൈൽ പീസ് എന്ന് പറയില്ല, അതും ലൈറ്റ് വെയ്റ്റിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഇതാണ് കാണാനായിട്ട്. ബാക്കിൽ ഒരു സിപ്പ് കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, സിപ്പ് കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇതാ ഇപ്പം എൻ്റെ കൈ കിടക്കണ ആ ഒരു പോർഷൻ വരേക്ക് ഇത് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ബാഗിൻ്റെ കൂടെ കുറേ ചപ്പും ചോറൊക്കെ വരില്ല, ആ ഒരു സംഭവമാണ്, അത് അവിടെ ഇരുന്നോട്ടെ. ഇനി ഇതിൻ്റെ ഉൾപോഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിബ് കമ്പാർട്ട്മെൻറ്റ്, നമുക്ക് നോർമലി ഒരു സിബ് എന്തായാലും എല്ലാം ബാഗിന് ഫസ്റ്റ് വരാറുണ്ട്. ആ ഒരു സിബ് നമുക്ക് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ, ഈ ലാവി ബാഗിൽ തന്നെ കേൾക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഇത് കൂടാണ്ട് ഉള്ളിൽ കുറേ നമുക്കൊരു 5 പോക്കറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. അതും ഒരു സൈഡ് ഇവിടെ സിബായിട്ട് വരുന്നത്, പിന്നെ നടുക്കിലൊരു സിബ് കമ്പാർട്ട്മെൻറ്റ്, പിന്നെ സൈഡ് പോക്കറ്റ് 2 കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇവിടെയൊക്കെ അങ്ങനെയായിട്ട് കുറേ നമുക്ക് കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ബാഗിനുള്ള പോലെ തന്നെ ഉള്ളിൽ ഇന്നർ കൊടുത്തിട്ടുണ്ടാവും. ആ ഇന്നറിൻ്റെയും ക്വാളിറ്റിയും കൂടി നോക്കണം. ചില ഇന്നറൊക്കെ എന്ന് പറയുമ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ കീറലും പിന്നലും അങ്ങനത്തെ സംഭവിക്കും. പക്ഷേ ഇതിൻ്റെ ഇന്നർ ക്വാളിറ്റിയും കൂടിയും നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. വെച്ചാൽ വെൽ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇന്നറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഫ്രണ്ടിലത്തെ എന്താ പറയുക ബാഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും അല്ലെങ്കിൽ അതിൻ്റെ സൈഡ്സ് ഇങ്ങനെയൊക്കെ എടുത്തൊക്കെ നോക്കില്ല ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ. പക്ഷേ ഉള്ളിലും കൂടി നോക്കണം. ഉള്ളിലത്തെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഇന്നറിൻ്റെ ക്വാളിറ്റിയും കൂടി നോക്കണം. ഇതൊക്കെ ഹൈ ക്വാളിറ്റിയുള്ള പോളിസ്റ്റർ ആണ്, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഈ ഒരു ഇന്നർ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇവരുടെ ഇന്നറിൻ്റെ ക്വാളിറ്റിയുടെ ആ ഒരു ഫാബ്രിക്കിലും ഇവരുടെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് എന്താ പറയുക, മോളിലേക്ക് പോകാനോ ഓഫീസിന് പോകാനോ അങ്ങനെ പാർട്ടി വെയറിന് എന്തെങ്കിലും പാർട്ടിക്ക് പോകാനോ എന്ത് വേണമെങ്കിലും, ഇപ്പോൾ ഒരു ഡൈനിങ് ആയാലോ ഡേറ്റിനായാലോ എന്ത് പർപ്പസ് ആയാലും അടിപൊളി ഒരു ലുക്കാണ് കേട്ടോ. ഇതിൽ കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല, എന്തായാലും റേറ്റ് നോക്കിയാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് എല്ലാം ബാഗിൻ്റെ കൂടെ പോലെ തന്നെ ഇതും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ. പാക്കിങ്ങിൻ്റെ കാര്യത്തിൽ സൂപ്പർ. ഇതും പിന്നെ നല്ല നല്ല റാപ്പായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സാധാരണ നമ്മുടെ ഒരു ചെറിയ ബാഗായി വലിയ ബാഗായി ഇനി നമ്മൾക്ക് വേണ്ടത് കുറച്ച് ലഗേജ് ബാഗ്സ് ഒക്കെ നോക്കിയാലോ. ഏറ്റവും ചെറുതെന്ന് തോന്നാം. യെസ്, ഏറ്റവും ചെറുതെന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലുതാണല്ലോ പഠിച്ചിരിക്കുന്നത്. ഇത് എസ്ട്രോ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്നാണ് റെഡ് ഷെയ്ഡ്. ഇതിൽ 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ ഓർഡർ ചെയ്തത്, പക്ഷെ വന്നത് ഈ ഒരു ഷെയ്ഡാണ്. പക്ഷേ ഈ ഷെയ്ഡും എനിക്ക് ഇഷ്ടമായി. മെറൂൺ എൻ്റെ ഫേവറേറ്റ് ആണല്ലോ.
അപ്പോൾ എല്ലാം കൂടി മെറൂൺ ആവണ്ട. കാരണം എന്ന് വെച്ചാൽ നേരത്തെ കാണിച്ചത് ഒരു മെറൂൺ, ഇനി കാണിക്കാൻ പോണതും മെറൂൺ, കല്ലിരിക്കുന്നതും മെറൂൺ. അപ്പോൾ ഒന്നും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു, കളർ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് കിട്ടിയതും ഞാൻ ഹാപ്പി. ഓക്കെ, ഇത് എസ്ട്രോ കാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്നാണ്. നോർമൽ ഇതൊരു ക്യാബിൻ ബാഗാണ് കേട്ടോ വരുന്നത്. സാധാരണ നമുക്ക് ഷോൾഡറിലേക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോർമൽ ഇങ്ങനെ പിടിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് പിടുത്തം. ഇതിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും പറയുമ്പോൾ എല്ലാം പറയണ്ടേ. ഇതാ ഇതിങ്ങനെ ഒന്ന് പിടുത്തം, നമുക്ക് കൈയൊക്കെ ഒന്ന് വേദന ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ ഒരു പിടുത്തം കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ഉള്ളിലത്തെ സ്റ്റോറേജ് നോക്കാം എത്രയാണെന്നുള്ളത്. എന്തായാലും ഇത് ഒരു ക്യാബിൻ ബാഗാണ്, 2 സൈഡ് സിപ്പായിട്ട് വരുന്ന ഒരു മോഡൽ. യെസ്, അത്യാവശ്യം നല്ല വലിയൊരു സ്പേസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഈ കാണുന്ന ഈ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ അങ്ങനെ സൈഡ് പോക്കറ്റോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഉള്ളിലില്ല. ഇതൊരു ഫുൾ ഒരൊറ്റ സ്റ്റോറേജ് കീപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉള്ളിലത്തെ ഇന്നറുടെ ക്വാളിറ്റിയും നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ഡബിൾ തുണിയിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഉള്ളിലത്തെ ഇന്നറുടെ ക്വാളിറ്റി നോക്കാം. പിന്നെ ബാക്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്കിങ്ങനെ സ്റ്റാൻഡ് പോലെ വെക്കാനായിട്ടുള്ള ഒരു ഇതിനെന്താ പറയുക, അതറിയണം, ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, ഇനി ഇത് കൂടാണ്ട് ഫ്രണ്ട് പോർഷനിലും ഇങ്ങനെ ഒരു ചെറിയൊരു സിപ്പ് കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഫ്രണ്ട് പോർഷനിൽ കേട്ടോ ഈ ഒരു സിപ്പ് കമ്പാർട്ട്മെൻറ്റ്. ഇതിനും ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതും പോളിസ്റ്റർ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഒരു 50 സെൻറ്റിമീറ്റർ എങ്കിലും ഉണ്ടാവും കേട്ടോ. ഇത് ഇവിടുന്ന് ഇവിടം വരെ ഒരു 50 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു 27.5 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ക്യാബിൻ ബാഗാണ്. ഇതല്ലാണ്ട് നമുക്ക് ലാർജ് സൈസ് ബാഗും വരുന്നുണ്ട്. ക്യാബിൻ ബാഗും ലാർജ് സൈസ് മീൻസ് ഒരു മീഡിയം സൈസ്, ഇതിനേക്കാളും നല്ല വലുപ്പത്തിലുണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് ഫ്ലൈറ്റിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ക്യാബിനിൽ വെക്കാൻ പറ്റുന്ന ഒരു ബാഗ്, പെട്ടെന്ന് അത്യാവശ്യത്തിന് ഒരു 2 ദിവസം 1 ദിവസത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഞാൻ ഇത് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നോർമൽ നമുക്ക് സാധാരണ ഇങ്ങനെ പെട്ടെന്ന് ക്യാരി ചെയ്തിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗ്. ലഗേജ് ബാഗ് ഉണ്ട്, ലാപ്ടോപ്പ് ബാഗ് ഉണ്ട്, എല്ലാതും ഉണ്ട് കേട്ടോ. സ്കിപ്പ് ചെയ്യാണ്ട് പുള്ളിയുണ്ട്, കണ്ടോളൂ. ഇനി യെസ്, നമ്മുടെ ഈ ഹോളത്തെ ഏറ്റവും വലിയ ബാഗ്, വലിയ ബാഗ് അല്ലേ. ഇത് ലാവി സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് നമുക്ക് ലാവിയുടെ തന്നെ നമ്മൾ ഒരു നോർമൽ ബാഗ് കാണിച്ചിരുന്നു. അവരുടെ തന്നെ നമുക്ക് ഇത് ലഗേജ് ബാഗും വരുന്നുണ്ട്, ട്രോളി ബാഗ്. അപ്പോൾ ഈ ഒരു ബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഇങ്ങനെ ഇരുന്ന് കാണിക്കാനുള്ളതല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് നിന്ന് കാണിക്കാൻ പറ്റിയിട്ടുള്ള ബാഗാണ്. അത്രയ്ക്കും വലിപ്പത്തിലുണ്ട് ഈ ഒരു ബാഗ്. എന്തായാലും ഇത് ഫുൾ ലഗേജ് വരുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ പരമാവധി ട്രൈ ചെയ്യാം. യെസ്, ഞാൻ കൂടുതൽ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ബാഗൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ട നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഒരു ബാഗിന്. ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് കാണുന്നത് ഈ ഒരു പോർഷനാണ്. ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് കാണുന്നത്. ഇതിൻ്റെ ഇവിടെ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ സിപ്പ് കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സിപ്പ് കമ്പാർട്ട്മെൻറ്റിൽ ഫുൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ സ്റ്റോറേജാണ് നമുക്ക് മെയിനായിട്ട് കാണുന്നത്. നമുക്കിതിൽ ബെൽറ്റും കൂടി ഉണ്ടോന്നൊരു സംശയം ഇല്ല കേട്ടോ. ഇതൊരൊറ്റ ഇങ്ങനെ പിടുത്തമാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അത് ഉള്ളിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ സ്പേസ് ഒന്ന് നോക്കാമല്ലോ. ഉള്ളിലേക്ക് കയറൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ നോക്കാതെ. യെസ്, ഞാൻ വിചാരിച്ചതിനേക്കാളും വലുപ്പം. ഞാൻ ഇപ്പോഴാണ് കേട്ടോ തുറക്കിടാൻ. ഇതാണ് ഇതിൻ്റെ ഉൾ പോർഷൻ. ഫുൾ എന്ന് വെച്ചാൽ നമുക്കൊരു സാധാരണ ഒരു ട്രോളി ബാഗൊക്കെ പോലെ ഇല്ലേ, ട്രോളി ബാഗല്ല, ട്രോളിയുടെ സൂട്ട് കേസ് ബാഗില്ലേ, അതേപോലെ തന്നെ പെട്ടി, പച്ചമളയത്തിൽ പറയുന്നത് പെട്ടി, ആ ഒരു പെട്ടി പോലെ തന്നെയാണ്. ഇത് ബാഗാണെന്ന് മാത്രമല്ല, ഇതും ട്രോളിയാണ് കേട്ടോ. ട്രോളി ബാഗാണ് ഇത് പറഞ്ഞത്. ഇത് ഉള്ളിൽ ഫുള്ള് ഇതുപോലെ തന്നെ ഇന്നറൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത് അടച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇത് നമുക്ക് ഇവിടെ ഒരു അഡ്ജസ്റ്റബിൾ
ഹാൻഡിലും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റബിൾ ഹാൻഡിൽ വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാം കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നടക്കാം. ഇനി ഇതൊരു ബാക്ക് സൈഡ് നമുക്ക് കണ്ടേ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇതിൻ്റെ ബാക്ക് ലുക്ക്, അതുപോലെ തന്നെ ഈ സൈഡ് ലുക്ക് നോക്കിയേ ഇങ്ങനെയാണ് കേട്ടോ. ഇതിൽ 3-4 ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെല്ലാം നമുക്ക് സൈസ് ചൂസ് ചെയ്യാനായിട്ട് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത്, ഇതിൻ്റെ സൈസ് എന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുള്ള സൈസ് വരുന്നത് 63 സെൻറ്റിമീറ്റർ ആണ് ഈ അടിപോഷത്തെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് വരുന്നത് 32 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഞാനിത് ഇത്രയും അളവ് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അറിയില്ല, നമുക്ക് ആ ഫുൾ ലഗേജ് വെക്കുമ്പോഴാണ് കറക്റ്റ് ഒരു അളവ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണത്. ഇനി മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണ് വരുന്നത്. അത് അത്യാവശ്യം ഒരു 60 ലിറ്റർ നമുക്ക് 60 കിലോ എന്നൊക്കെ പറയില്ല, അതിന് 60 ലിറ്റർ വരെ നമുക്ക് ഇതിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലും നല്ല സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ട്രോളി ബാഗാണ് ഇത് വരുന്നത്. അതും ബ്രാൻഡ് വരുന്നത് ലാവി ബ്രാൻഡിൻ്റെ. ഇനി ഇതിൻ്റെ വാറണ്ടി കാർഡും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാറണ്ടി കാർഡ് രജിസ്റ്റർ ചെയ്യാൻ മറക്കണം. നമ്മൾ മേടിച്ച് കഴിഞ്ഞാലും അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇപ്പോൾ ആമസോണിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാന്നുള്ള ഒരു ഡൗട്ടും വേണ്ട. കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഡീറ്റെയിലും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വാറണ്ടി കാർഡ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എന്തായാലും ഓവറോൾ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. വാട്ടർ പ്രൂഫാണ്, ബ്രാൻഡഡ് ആയിട്ടാണ്, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇതന്നെ. ഓക്കെ, അപ്പോൾ ഇതൊരു ലഗേജ് ബാഗ്. അപ്പോൾ ലഗേജ് ബാഗിൽ തന്നെ നമ്മൾ 2 രീതിയിൽ കാണിച്ചിരുന്നത്. കാരണം ഇതിൻ്റെ വീലിനെ കുറിച്ച് കാണിച്ചില്ല അല്ലേ. വീല് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത്. അപ്പോൾ 2 വീലാണ് ഇതിന് വരുന്നത്. ഇപ്പത്തെ സൈഡാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാം. യെസ്, അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ക്യാബിനിലേക്ക് വെക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ ട്രെയിനിൽ പോകുകയാണെങ്കിൽ ഒക്കെ, അല്ലെങ്കിൽ പിന്നെ ലഗേജായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് ഒരു ലാപ്ടോപ്പ് ബാഗ് നോക്കിയാലോ. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 കൊല്ലമായി. ലാപ്ടോപ്പ് ബാഗ് ഇത് ഭയങ്കര എന്താ പറയുക, ലാപ്ടോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അസറ്റാണ്. നമ്മൾ അത്രയും സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന സംഭവം. അപ്പോൾ അതിലേക്കുള്ള ബാഗ് എന്ന് പറയുമ്പോൾ അതും അത്രയും നല്ല ക്വാളിറ്റിയുള്ള ബാഗ് തന്നെ ആയിരിക്കണം. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരു ബാഗാണ്. ഞാനൊരു 3-4 ബാഗ്സൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഇഷ്ടമായിട്ടുള്ള ക്വാളിറ്റി ഉള്ളത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഗാണ് കേട്ടത്. ഇത് വരുന്നത് സൂക്ക് ബ്രാൻഡിൻ്റെ ഒരുവിധം ചെറുത്ത് തൊട്ട് വലിയ രീതിയിലുള്ള എല്ലാ തരം ബാഗ്സും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എന്താ പറയുക, ക്വാളിറ്റി എന്ന് പറയാൻ ഒരു അപാര ക്വാളിറ്റിയാണ്. ഒരു രക്ഷയില്ല കേട്ടോ. അവരുടെ യൂസ് ചെയ്യണവർക്ക് അറിയുള്ളൂ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു ഫിനിഷിങ്ങും അതിൻ്റെ ഒരു സ്ട്രോങ്നെസ്. ഇതൊക്കെയാണ് മെയിനായിട്ട്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യണത് കൊണ്ട് തന്നെ കൂടുതൽ ലഗേജൊക്കെ ക്യാരി ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ എത്രത്തോളം സ്ട്രോങ് വേണമെന്നുള്ളത്. ആ സ്ട്രോങ് എന്തായാലും ഈ ഒരു സൂക്ക് ബ്രാൻഡിൻ്റെ ബാഗ്സിൽ തരാറുണ്ട്. ഇതുവരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ലാപ്ടോപ്പ് ബാഗാണ്. ഞാൻ മൈ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ജൂട്ട് മെറ്റീരിയലാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കണ്ട, ഞാൻ യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞില്ലേ, ഞാനിത് ലാപ്ടോപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി, ബാക്കിയുള്ളതൊന്നും മാറ്റിയില്ല. നോക്ക് എന്തൊക്കെയാണ് കിടക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. നല്ല ക്യൂട്ട്. യൂട്യൂബ് ഷോപ്പിങ്ങിൻ്റെ ഒരു ഇവൻറ്റിന് പോയപ്പോൾ അതും കിട്ടിയത്, അതും ഇതിലെടുത്തിട്ടു. ഇതൊക്കെ സംഭവം ഇതിലേക്ക് അതൊന്നും ഇനി കാണിക്കുന്നില്ല, കാണിക്കാനത് ബാഗാണ്. ഓക്കെ, ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ ഒരു സ്പേസ് ഇതിലും കിട്ടുന്നുണ്ട്. അത് കൂടാണ്ട് ബാക്ക് സിപ്പും വരുന്നുണ്ട്, ബാക്കിലും സിപ്പ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഒരു രക്ഷയില്ല, അങ്ങനെ ഒരു രക്ഷയില്ല. അതാ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ലാപ്ടോപ്പ് വയ്ക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചിട്ടിട്ട് അത് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നോളും. പിന്നെ അത് കൂടാണ്ട് ഉള്ളിൽ നിന്ന് നമുക്ക് ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പോക്കറ്റ് വേറെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് ഫുള്ള് നമുക്ക് ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ആയാലും മൈക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് ആയിരിക്കും കൂടുതലും നല്ലത് കേട്ടോ. ഞാനത് അവിടെ തന്നെ ഇടാൻ എൻ്റെ എല്ലാ വക എന്താ പറയുക ഹാർഡ് ഡിസ്ക്, മൈക്ക്, ലാപ്ടോപ്പ്, മെമ്മറി കാർഡ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ. ഒരു സ്ഥലത്തേക്കും പോകാറില്ല. ഇതൊന്നും മാറ്റിയില്ല കേട്ടോ ഞാൻ. എന്തായാലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ.
സ്പേസ് ഒക്കെ ഒന്ന് കാണണ്ടേ, ചില്ലറകൾ വരെ ഉണ്ട്. കിട്ടുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഈ ഇവിടെ ഒരു സിപ്പ് കമ്പാർട്ട്മെൻറ്റ് സ്പേസ് വരുന്നുണ്ട്, അതുപോലെ 2 പോക്കറ്റ് വരുന്നുണ്ട്. എന്തായാലും ഇത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറ്റബോധം അങ്ങനെ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യില്ല കേട്ടോ. അത്രയും നല്ല ക്വാളിറ്റി ഉള്ളത്. ഇത് യൂസ് ചെയ്ത് അതിൻ്റെ ഒരുവിധം ഈ ഒരു പോർഷൻ കണ്ടോ. എന്നാലും ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇത്രയും ബ്രഷിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്തായാലും മെറ്റീരിയൽ ജൂട്ട് മെറ്റീരിയൽ. ഈ സൈഡിലാണെങ്കിൽ ലെതറാണ് കേട്ടോ. ലെതർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫോക്സ് ലെതറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഇത് 101%. അത്രയും സൂപ്പർ സംഭവം. ഇനി ഇത് ലാപ്ടോപ്പാണ്. ഇനിയിപ്പോൾ നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൂക്ക് ബ്രാൻഡിൻ്റെ തന്നെ നോർമൽ ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ഇപ്പോൾ ഒരു ക്രോസ് ബാഗായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അതിന് പറ്റിയിട്ടുള്ള ഒരു ബാഗാണ്. ഇപ്പോൾ ഈ കാണുന്ന ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ഡിസൈൻസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആമസോണിൽ തന്നെ സൂക്ക് ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈൻസിൻ്റെ പേരുകളും അതും പല പാറ്റേൺസിലായിരിക്കും. ഇപ്പോൾ സ്ലിംഗ് ബാഗ് ഉണ്ട്, വലിയ ബാഗ്സ് ഉണ്ട്, ലാപ്ടോപ്പ് ബാഗ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ബാഗ്സ് ഉണ്ട്, അങ്ങനെ മോം ബാഗ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ അവർക്ക് ബാഗ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു നോർമലായിട്ട് നമുക്ക് ക്രോസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത്. ഇതിൽ വേറെ അങ്ങനെ എന്താ പറയുക, ഇതാണ് ഫ്രണ്ട് പോർഷൻ. ഇവിടെ ഒരു സിബ്, ഉള്ളിൽ ഒരു സിപ്പ് കമ്പാർട്ട്മെൻറ്റും കൂടി ഉണ്ട്. ഈ ഒരു പോർഷനിൽ ഉള്ളിൽ സിപ്പ് കമ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഒരൊറ്റ സ്റ്റോറേജ് മാത്രം. എന്ന് വെച്ചാൽ നോർമലായിട്ട് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കാൻ പറ്റിയിട്ടുള്ള ഇത്രയും സ്പേസ്. അപ്പോൾ ഇത് ഒരു നോർമൽ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗ്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് സൂക്ക് ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യുന്ന ഈ ഒരു ബാഗ് എവിടെ പോയാലും എൻ്റെ കൂടെ ഉണ്ടാവും. എവിടെ പോയതെന്ന് പറഞ്ഞാൽ എവിടെ പോയാലും എന്നുവെച്ചാൽ ലോങ് ട്രാവലായാലും ഷോർട്ട് ട്രാവലായാലും കാറിലായാലും ട്രെയിനിലായാലും എവിടെ പോയാലും എൻ്റെ കൂടെ ഇതുണ്ടാവും. ഇതെന്ന് പറയുമ്പോൾ ഓൾ ഇൻ വൺ പർപ്പസ് എന്നുള്ള രീതിയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ക്യാഷ് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഫോൺ പിടിക്കാനോ മാത്രമല്ല, ഇത് ഭയങ്കര സ്ട്രോങ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്, അതുപോലെ തന്നെ അത്രയും സ്റ്റോറേജ് കപ്പാസിറ്റി ഇതിനുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അത്രയും കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാഗാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ ഈ ഒരു സിപ്പ് കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. ഇതും ഫുൾ അടി വരെ മുട്ടും. ഇപ്പുറത്തെ സൈഡും ആണെങ്കിൽ സിപ്പ് കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, അടി വരെ ഇതും മുട്ടുന്നുണ്ട്. ഇനി ഇത് ഞാൻ മിക്കതും തുറന്ന് തന്നെയാണ് വെക്കാറ്. ഇത് ഒരു സിപ്പ് കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്, ജസ്റ്റ് ഒരു ഒറ്റ സിപ്പ്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള എൻ്റെ എല്ലാ വക സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് ചെരിച്ച് കഴിഞ്ഞാൽ മൊത്തം ഞാനിതിപ്പോൾ സൈഡിലിരിക്കണ കാരണം അങ്ങനെ എടുത്ത് കാണിച്ചു എന്ന് മാത്രം. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. എന്തു വേണമെങ്കിലും നമുക്ക്. ഇതും ആമസോണിൽ നിന്നൊക്കെ മേടിച്ചത് തന്നെയാണ് കേട്ടോ ഈ ബാഗ്സൊക്കെ. ഇത് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചാർജർ വെക്കാനുള്ള ബാഗ്. കുറേ സ്പേസ് ആയിട്ട് വരുന്നത്. ബാറ്ററി ഒക്കെ ബാറ്ററി ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒരു സ്മോൾ പോക്കറ്റ് ബാഗും കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ വരുന്നതാണ്. അത്യാവശ്യമുള്ള എല്ലാ ഉണ്ടാകൊണ്ട സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് തന്നെയാണോന്ന് ഇപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ടില്ല. എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വിടുക. എന്ന് വെച്ചാൽ ഇത് എന്ന് പറയുമ്പോൾ ഓൾ ഇൻ വൺ പർപ്പസ് ബാഗാണ്. പെട്ടെന്ന് എല്ലാം തപ്പിയാൽ കിട്ടുന്ന ഒരു ബാഗ്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ സ്പേസ് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സ്പേസ്. അതുപോലെ തന്നെ വൺ സൈഡ് ഇവിടെ സിപ്പ് കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. അതേപോലെ ഇപ്പുറത്തെ സൈഡ് ഒരു നോർമലായിട്ടുള്ളത് ഓപ്പൺ കമ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള സിബൊന്നുമില്ല. പിന്നെ ഇത് മെയിൻ പർപ്പസ് സൈഡിലൊരു ചെറിയൊരു സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു സ്പേസ് ജസ്റ്റ് ബോട്ടിൽസ് മാത്രം വെക്കാമെന്ന് വെച്ചാൽ അടിയിൽ ഓപ്പൺ ആണ്. അപ്പോൾ ബോട്ടിൽ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു ബോട്ടിൽ വെക്കാനുള്ള ഒരു സ്പേസ് അത് 2 സൈഡും കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെ നോക്കി അറിയാൻ പറ്റിയതാ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബോട്ടിൽ 2 സൈഡിലും വെക്കാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ടീച്ചേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മോമിന് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുട്ടികളുടെ പാനിക്കുപ്പിയൊക്കെ ആണെങ്കിൽ അത് സേഫായി വെക്കാമെന്ന് വെച്ചാൽ ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പാല് പോകാണ്ടിരിക്കാൻ, വെള്ളം പോകാണ്ടിരിക്കാൻ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്പേസും കൂടിയാണ് ഇത് വരുന്നത്. നമ്മുടെ പർപ്പസ് എന്താണ് അതിന് വേണ്ടി യൂസ് ചെയ്യാം. എന്തായാലും അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. ഒരു രജിസ്റ്ററൊക്കെ വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിനും പറ്റൂലേ. അത്യാവശ്യം വലിപ്പമുണ്ടല്ലോ.
ഇതാണ് സൂക്ക് ബ്രാൻഡിൻ്റെ ഇത് ഞാൻ ഒരു 2 കൊല്ലമായി യൂസ് ചെയ്യണു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ഈ ലോഗോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഈ ലോഗോ ഫോക്സ് ലെതർ കൊണ്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന പുതിയ മീൻസ് സൂക്ക് ബ്രാൻഡിൻ്റെ തന്നെ പുതിയ അപ്ഡേറ്റ് വരുന്ന സംഭവങ്ങൾക്കൊക്കെ ഇതൊക്കെ സ്റ്റീലാ ഗോൾഡാ അങ്ങനെ എന്തോ വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ പുതിയത് വരുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതൊക്കെ ഞാൻ കുറേ നാൾ പഴക്കമുള്ള ഒരു 2 കൊല്ലത്തോളമായിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഹൈലി റെക്കമെൻഡ് പീസാണ്. മറ്റതൊക്കെ ഞാൻ എന്താ പറയുക, സൂക്ക് ബ്രാൻഡിൻ്റെ ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കണ നമുക്കറിയാം അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ സ്ട്രോങ്ങിനെ കുറിച്ച്. മറ്റുള്ള ഈ ഒരു ബ്രാൻഡ് എന്നൊക്കെ പറയുമ്പോൾ പുറമേ കേട്ടിട്ടുള്ള ഒരു പേര്, ആ ഒരു പേരിലാണ് ഈ ഒരു ബ്രാൻഡ് നിൽക്കുന്നത്. ഇതെന്നൊക്കെ പറയുമ്പോൾ ഒരു ഷോ പർപ്പസ് ആ ഒരു രീതിയിൽ നമുക്കിപ്പോൾ ആൾക്കാരുടെ മുന്നിൽ അങ്ങനെ ഒരു ലെവലിലേക്കാണ്. പക്ഷെ ഒരിക്കലും നമുക്കിതൊരു ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും ഇട്ട് വലിച്ചു വാരി പോകാൻ പറ്റിയ ബാഗല്ല. അത് അതിൻ്റേതായിട്ടുള്ള ഒരു ബ്രാൻഡ്, അതിൻ്റേതായിട്ടുള്ള ഒരു പ്രീമിയം രീതിയിൽ നമുക്ക് അതെടുക്കാം. ഇതും പ്രീമിയത്തിന് കുറവൊന്നുമില്ല. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ചവറ് പോലെ യൂസ് ചെയ്യാം, ഒരു കേടും സംഭവിക്കില്ല. ആ ബാഗാണ് ഈ ഒരു സൂക്ക് ബ്രാൻഡ്. ഇതൊക്കെ ഞാൻ എത്രയോ നാളായി യൂസ് ചെയ്യുന്നു. ഇതിന് ബാക്ക് സൈഡ് കേട്ടോ. ഇപ്പം എന്നെ എന്താ പറയുക, കാണുന്നവർ അല്ലെങ്കിൽ എന്നെ മീറ്റ് ചെയ്തവരൊക്കെ കാണുമ്പോൾ അറിയാം അവർക്ക് എൻ്റെ കയ്യിൽ ഈ ഒരു ബാഗ് അല്ലെങ്കിൽ കാറിൻ്റെ ഡിക്കിൽ എപ്പോഴും ഉണ്ടാവും. സീറ്റിൽ പോലും വെക്കാറില്ല, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ. അപ്പോൾ അങ്ങനെ അത്രയും കംഫർട്ടബിൾ ആണ് കേട്ടോ. പിന്നെ ഒരു ബാഗും കൂടി ഉണ്ട്, അതും കൂടി കാണിക്കാം. എക്സോട്ടിക് ബ്രാൻഡിൻ്റെ ഇതൊരു നമുക്ക് ഇതുപോലെ പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ലിംഗ് ബാഗാണ് കേട്ടോ. ഇതിലൊരു 5 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഇത് പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ഈ ഒരു ലുക്കാണ്. ബാക്കിൽ സിബ് കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇത് PU ലെതർ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു PU ലെതർ കേട്ടോ, ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ ഇത് കേട്ടോ. ഇനി ഇത് 2 ഷെയ്ഡിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഫ്രണ്ട് ഒരു ഡിഫറെൻറ്റ് കളറും സൈഡ് ഒരു ഡിഫറെൻറ്റ് കളറും എന്ന് വെച്ചാൽ ഒരു മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിലൊരു 5 ഷെയ്ഡ്സ് വരുന്നുണ്ട്. 5 ഷെയ്ഡ്സ് ആയാലും ഇവിടെ വൈറ്റ് തന്നെയായിരിക്കും. ഇതിൻ്റെ കളേഴ്സ് ഇങ്ങനെ മാറിയിട്ടായിരിക്കും കിട്ടുക കേട്ടോ നമുക്ക്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ കമ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നോക്കണേക്കാൾ മുന്നേ ഇതിൻ്റെ ഒരു ഹാൻഡിൽ നോക്കണ്ടേ. ഉള്ളിൽ കണ്ടോ ഒരു ഗോൾഡൻ്റെ ടച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലെതറിൻ്റെ ഒരു ടച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ഒരു ജാടയ്ക്ക് വേണമെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോവാം ഒരു മോഡൽ. ഇനി ഇതിൻ്റെ കൂടെ ഓഫ്കോഴ്സ് ഏതൊരു ബാഗായാലും ഇതിൻ്റെ കൂടെ നമുക്ക് ഷോൾഡർ ബെൽറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെൽറ്റ് ആണ് ഇത് വരുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ പോർഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ എത്ര കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്? 1 2 3 4 5 5 ഇത് നോർമൽ നമുക്ക് സാധാരണ അപ്പുറത്തിപ്പുറത്തായിട്ട് ഇടാൻ പറ്റിയത്. നടുക്കിൽ ഒരു സിപ്പ് കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഒരു ഓപ്പൺ കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു സിപ്പ് കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 വരുന്നുണ്ട് കേട്ടോ. പുറത്തത്തെ ഇതടക്കം 6 വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ആവശ്യത്തിനായാലും ഒരു ഈവനിങ് വാക്കിന് പോകാനോ അല്ലെങ്കിൽ ഡേറ്റിന് പോകാനായിട്ടോ കാഷ്വലായിട്ടായാലും പാർട്ടിക്ക് പോകാനായിട്ടായാലും എന്ത് പർപ്പസിനായാലും നമുക്ക് ഇതൊരു അടിപൊളിയാണ്. പിന്നെ ഗിഫ്റ്റ് അത് മറക്കണ്ട കേട്ടോ. എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇത് റീസണബിൾ റേറ്റിന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ സെയിൽ നടക്കുന്നത് കൊണ്ട് നമുക്ക് റീസണബിൾ റേറ്റിന് കിട്ടും. അല്ലെങ്കിൽ ഒക്കെ റേറ്റ് നല്ല റേറ്റ് ആയിരിക്കും. എന്തായാലും ഇത് എക്സോട്ടിക് ബ്രാൻഡിൻ്റെ ആണ്, നല്ല ബ്രാൻഡാണ്. ഇതൊക്കെ മുട്ടി നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് ഈ ലിനോ. ഇതൊക്കെ മുട്ടി നിൽക്കുന്ന ബ്രാൻഡാണ്. ഇപ്പോൾ ഇത് മറൂൺ മാത്രമാണെന്ന് വിചാരിക്കേണ്ട, ഇതിലൊക്കെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഷെയ്ഡ് പിക്ക് ചെയ്തു. നിങ്ങളുടെ ഇഷ്ടമുള്ള ഷെയ്ഡ് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ബാഗ് ഹോൾസ്. അപ്പോൾ എല്ലാതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പറയുക, ട്രാവലായാലും നമുക്ക് നോർമൽ യൂസിനായാലും ടീച്ചേഴ്സിനായാലും എല്ലാവർക്കും പറ്റിയിട്ടുള്ള ബാഗ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ സെയിൽ മറക്കണ്ട, അടിപൊളി ഷോപ്പിംഗ് നടക്കട്ടെ. എന്തായാലും 50 to 80% ഓഫ് വരുന്നുണ്ട്. നമുക്ക് എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട്. 1500+ ബ്രാൻഡ്സ് അവൈലബിൾ ആണ് ആമസോണിൽ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ
സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കുത്തിക്കോട്ടാ, എന്നാലും ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.